നമ്മുടെ ഡാലിയൻ യൂണിവേഴ്സിറ്റീൻ്റെ SIൻ്റെ ഓഫീസ് വരുന്നത്. ഡാലിയൻ യൂണിവേഴ്സിറ്റിയിൽ ലിഫ്റ്റിൽ വരെ ചൈനീസ് പഠിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. വെൽക്കം ടു ഡാലിയൻ. സായി ഡാലിയാൻ ഹൻ ഷിയാങ്ങി. ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയ വീഡിയോയിലോട്ട് സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്നുള്ളത് ഡാലിയനിലാണ്, ചൈനയിലത്തെ ഡാലിയൻ സിറ്റിയിലോട്ട് വന്നിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ഒരു വ്ളോഗിൽ ഫുൾ ട്രെയിൻ ജേണീൻ്റെ വ്ളോഗ് എടുത്തിട്ടുണ്ടായിരുന്നു. ഇന്ന് നമ്മൾ ഡാലിയൻ യൂണിവേഴ്സിറ്റിയിൽ വന്നിട്ട് നമ്മുടെ പുതിയ സ്റ്റുഡൻറ്റ് വന്നിട്ടുണ്ട്. അപ്പോൾ പുതിയ സ്റ്റുഡൻറ്റിനെ നമ്മൾ ഹെൽപ്പ് ചെയ്യാനായിട്ട് ആദ്യം സിം കാർഡ് എടുക്കാൻ വേണം, പിന്നെ ബാങ്ക് അക്കൗണ്ട് സ്റ്റാർട്ട് ചെയ്യണം, പിന്നെ നമ്മുടെ യൂണിവേഴ്സിറ്റി രജിസ്ട്രേഷനും ഡോം രജിസ്ട്രേഷനും കാര്യങ്ങളൊക്കെ ചെയ്യണം. അപ്പോൾ ആദ്യം സിം കാർഡ് എടുക്കാനായിട്ട് പോവാണ്. ഇത് ഇവിടെ ചൈന മൊബൈലിലോട്ട് വന്നിട്ടുണ്ട്. സമയം ഏകദേശം 10:30 ആയിട്ടുണ്ട്. പക്ഷേ നല്ല വെയിലുണ്ട്, നല്ല തണുപ്പുണ്ട്. ഒരു 2 degrees ഒക്കെയാണ് ഇപ്പോൾ ഡാലിയനിൽ ടെമ്പറേച്ചർ വരുന്നത്. നോർത്ത് ഈസ്റ്റ് സൈഡിൽ തന്നെ വീണ്ടും നമ്മളുണ്ട്. ഇതാണ് നമ്മുടെ ഡാലിയൻ യൂണിവേഴ്സിറ്റീൻ്റെ SIൻ്റെ ഓഫീസ് വരുന്നത്. ഇത് ഇവിടെ എല്ലാ കൺട്രീസിൻ്റെയും ഫ്ലാഗും കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ട്. നമ്മൾ ഓൾറെഡി ഇപ്പോൾ രജിസ്ട്രേഷൻ കഴിഞ്ഞ് നമുക്ക് യൂണിവേഴ്സിറ്റീൻ്റെ ഉള്ളിൽ തന്നെ സിം കാർഡ് എടുക്കാനുള്ള ഓപ്ഷൻ ഉണ്ട്. ക്യാമ്പസ് സിം കാർഡാണ് വരുന്നത്. ആകെ 29 yuans പെർ മന്താണ് വരുന്നുള്ളൂ. ഇത് സ്റ്റുഡൻസിനുള്ള ഒരു ഓഫറാണ് കേട്ടോ. അപ്പോൾ ഇനീഷ്യലി നമ്മൾ 100 yuans പേ ചെയ്തിട്ട് നമുക്ക് 3 മാസത്തേക്കുള്ള ഇത് സെറ്റാവും. ഇനി യൂണിവേഴ്സിറ്റി രജിസ്ട്രേഷൻ കഴിഞ്ഞ് ട്യൂഷൻ ഫീസ് അടിച്ച് അത് ട്യൂഷൻ ഫീസ് പെയ്ഡ് ആയിട്ടുള്ള മറ്റേ ചൈനീസ് ലാംഗ്വേജ് പ്രോഗ്രാമാണ് 6 months ചൈനീസ് ലാംഗ്വേജ് പ്രോഗ്രാം. ഇനി അത് കഴിഞ്ഞ് ഡോം ഫീസും കൂടി പേ ചെയ്ത് കഴിഞ്ഞാൽ നേരെ ഡോമിലോട്ട് ഷിഫ്റ്റ് ചെയ്യാം. നമ്മൾ ഫുഡ് കഴിക്കാനായിട്ട് വന്നേക്കാണ്. രജിസ്ട്രേഷൻ്റെ ഫസ്റ്റ് പാർട്ട് കഴിഞ്ഞ് ഫുഡ് കഴിക്കാനായിട്ട് വന്നേക്കാണ്. ഡോങ് ബൈ സ്പെഷ്യൽ ഫുഡ് കഴിക്കാനാണ് നമ്മൾ വന്നേക്കുന്നത്. ഇത് ചിക്കൻ്റെ ഒരു ഐറ്റമാണ്. ഇത് രണ്ടും അവർ പറയണത് രണ്ടും വേറെ വേറെ ഫ്ലേവറാണെന്നാണ് പറയണത്. അപ്പോൾ ഇതിൽ കുറച്ച് കടലയും സംഭവങ്ങളൊക്കെ ഇട്ടിട്ടുള്ള ചിക്കനായിട്ടുള്ള ഒരു സ്പൈസി ഐറ്റമാണ്. ഇത് കുറച്ചും കൂടി സ്പൈസി ഐറ്റം. ഇത് ഫ്രൈഡ് ആയിട്ടുള്ള ചിക്കൻ്റെ പോലെ ഒരു സംഭവമാണ്. പിന്നെ ഇവിടെ സോസേജ് ഉണ്ട്, പിന്നെ സീവീഡിൻ്റെ ഒരു ഐറ്റം ഉണ്ട്. പിന്നെ നമുക്ക് ഇതൊക്കെ ഫ്രീ ആയിട്ടാണ് കേട്ടോ. ഈ സോസേജ് സീവീഡ് ഫ്രീ ആയിട്ടാണ്. ഇത് ഡോങ്ബെയിൻ്റെ സ്പെഷ്യൽ സാധനമാണ്. ഇത് എങ്ങനെ കഴിക്കുക എന്നുള്ളതൊക്കെ നമ്മൾ കാണിച്ചു തരാം. പിന്നെ ഇവിടെ പപ്പടം പോലത്തെ ഒരു സാധനമുണ്ട്. പിന്നെ ഈ ഇരിക്കണ ഉണ്ട പോലത്തെ സാധനം ഒരു ബണ്ണാണ്. പിന്നെ ഒരു ബൗൾ റൈസ് ഉണ്ട്. പിന്നെ ഇവിടെ വന്നു കഴിഞ്ഞാൽ ഇവിടെ പൊറിജ് കണക്കുള്ള സാധനമുണ്ട്. ഉപ്പില്ല, എരിവില്ല, മുളകില്ല, അങ്ങനത്തെ സാധനം അല്ലേ ആകാശ്. പിന്നെ ഇവിടെ വന്നു കഴിഞ്ഞാൽ ഇവിടെ പിക്കിളുണ്ട്. പിന്നെ നമുക്ക് ചൂടുവെള്ളം ഫ്ലാസ്കിലേക്ക് തന്നിട്ടുണ്ട്. നമുക്ക് ഫുഡൊന്ന് കഴിച്ച് നോക്കാം. നമുക്ക് ഫുഡ് കഴിച്ച് നോക്കാം. പൊറിച്ചിരിക്കുന്നുണ്ട്, കൊള്ളാം. എരിവില്ല, ഉപ്പില്ല, മധുരമില്ല. എന്താ പറയുക, അരി വേവിച്ചിട്ടുള്ള ഒരു പായസത്തിൻ്റെ കണക്കുള്ള ഒരു സംഭവം. പക്ഷേ മധുരമില്ല. നമ്മുടെ ചിക്കൻ ചുമ്മാ പൊളി. അതിലൊരു കടലൊക്കെ ഉണ്ട് കേട്ടോ. പിന്നെ നമുക്ക് കുറച്ച് പിക്കിൾ എടുത്ത് വെച്ച് നോക്കാം. ഇത് നമ്മുടെ നോർത്ത് ഈസ്റ്റ് സ്പെഷ്യൽ ഫുഡാണ്. നമ്മൾ ഹാർബിനിലൊക്കെ പോയി കഴിച്ച പോലത്തെ ഒരു സ്പെഷ്യലായിട്ടുള്ള ഫുഡാണ് ഈ വരുന്നത്. നമ്മുടെ ഡാലിയനിലെ സ്പെഷ്യൽ ഫുഡ്. ഈ ചിക്കനും തമ്മിൽ വലിയ വ്യത്യാസമൊന്നുമില്ല. ഇത് കുറച്ചും കൂടി സ്പൈസി പോലെ തോന്നുന്നു. ചെറിയൊരു സോസിൻ്റെ വ്യത്യാസം മാത്രമേ ഉള്ളൂ. പക്ഷേ ഫോട്ടോയിൽ കണ്ടപ്പോൾ നല്ല രീതിക്ക് വ്യത്യാസം ഉണ്ടായിരുന്നു. ഒരെണ്ണം ഡ്രൈ ടൈപ്പായിരുന്നു, നമ്മുടെ ചില്ലി ചിക്കൻ പോലത്തെ ഒരു സംഭവമായിരുന്നു. കൊള്ളാം. നമുക്ക് സോസേജ് എടുക്കാം. സീവീഡ് റൈസ് എന്താ വലിയ ബണ്ണാണ് കേട്ടോ. വെച്ച് നോക്കാം. മണം വല്ല കള്ളപ്പത്തിൻ്റെ മണമൊക്കെ വരുന്നുണ്ട്. കുഴപ്പമില്ല. നമുക്ക് ഈ സ്പൈസും സംഭവങ്ങളും ഈ ഫുഡിൻ്റെ ഫ്ലേവറിനെ ഒന്ന് ന്യൂട്രലൈസ് ചെയ്യാനുള്ള ഒരു സ്മൂത്ത് സാധനം പോലെയാണ് ഇത് വരുന്നത്. അടുത്ത് നമ്മുടെ മുന്നിൽ ഡോങ്ബെയിൻ്റെ വേറൊരു സ്പെഷ്യൽ ഫുഡ് ഐറ്റം ഉണ്ട്. കുറേ ഇലകളും സംഭവങ്ങളൊക്കെ ആയിട്ടുള്ളൊരു ഐറ്റമാണ്. അതിൻ്റെ ഒപ്പം ഒരു ചിക്കനോ എന്താ വെച്ചിട്ടുള്ള ഒരു ഗ്രേവിയാണ് സംഭവം വരുന്നത്. ചിക്കനും അതിലേക്ക് മുട്ട പൊട്ടിച്ചിട്ടൊരു സംഭവമൊക്കെ ആയിട്ടുള്ള ഗ്രേവി. അപ്പോൾ ഇതെങ്ങനെ കഴിക്കണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു സാധനത്തിന് എടുക്കുക. ഇങ്ങനത്തെ ഒരു തോഫുവിൻ്റെ ഒരു ലെയർ ഉണ്ടാവും. ഇതിനായിട്ട് എടുക്കുക, ഒരു ലെറ്റ്യൂസ് എടുക്കുക. ലെറ്റ്യൂസിൻ്റെ മുകളിൽ ഈ സാധനത്തിനായിട്ട് വയ്ക്കുക. ഇങ്ങനെ വെക്കുക. എന്നിട്ട് അതിൻ്റെ ഉള്ളിലേക്കൊരു കുക്കുംബർ വയ്ക്കുക. പിന്നെ ഇവിടെ വേറെ എന്തോ ഒരു സാധനമുണ്ട്, അതും വെക്കുക. അതും വെച്ചതിന് ശേഷം നമ്മൾ സ്പൂൺ എടുത്തിട്ട് ഈ ഒരു ഗ്രേവീനെ എടുത്തിട്ട് ഇതിൻ്റെ ഉള്ളിലേക്ക് ആക്കുക. ഇങ്ങനെ ആക്കിയതിന് ശേഷം ഇങ്ങനെ പൊതിഞ്ഞ് കഴിക്കണം സാധനം. ഇങ്ങനെ കഴിക്കുക.
ഭയങ്കര ഉപ്പുണ്ട്, ഉപ്പ് കൂടുതലാണ് ഗൈസ്. അങ്ങനെ രജിസ്ട്രേഷനും ബാങ്ക് അക്കൗണ്ടും എല്ലാ കാര്യങ്ങളും കഴിഞ്ഞ് നമ്മളിതേ ഡോമിലോട്ട് എത്തിയേക്കാണ്. ഇതാണ് ഡാലിയൻ യൂണിവേഴ്സിറ്റി ഓഫ് ടെക്നോളജീൻ്റെ ഡോം വരുന്നത്. ഇൻ്റർനാഷണൽ സ്റ്റുഡൻസിൻ്റെ ഡോമാണ് കേട്ടോ. ഇനി നമുക്ക് ഉള്ളിലോട്ട് കയറി നോക്കാം. ഇതാണ് ഡോമിൻ്റെ എൻട്രൻസ് വരുന്നത്. ഇവിടെ ഇൻ്റർനാഷണൽ സ്റ്റുഡൻസിൻ്റെ കുറേ സംഭവങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്, SIൻ്റെ ഓഫീസും കാര്യങ്ങളും. പിന്നെ ഇവിടേക്ക് വന്നു കഴിഞ്ഞാൽ കുറേ ചൈനീസ് ലാൻഡേൺസും സംഭവങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. ഇതാണ് ഗൈസ് ഡോം വരുന്നത്. ഡോമിൻ്റെ ഉള്ളിലോട്ട് നമുക്ക് റൂമിൻ്റെ ഉള്ളിലോട്ട് കയറാം, പക്ഷേ അതിൻ്റെ ഉള്ളിൽ റൂംമേറ്റ് എക്സാം എഴുതിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് ഉള്ളിൽ കയറി വീഡിയോ ഒന്നും എടുക്കാൻ പറ്റില്ല. ഇതാണ് കിച്ചൻ്റെ ഒരു ഏരിയ വരുന്നത്. കോമൺ കിച്ചനാണ്, ഒരു ഫ്ലോറിലോട്ട് കോമൺ കിച്ചൺ. 4 ഇൻഡക്ഷനും കാര്യങ്ങളൊക്കെ ഉണ്ട്. കുഴപ്പമില്ല, ആകാശിനെ കുക്ക് ചെയ്തോട്ടോ. ഡാലിയൻ യൂണിവേഴ്സിറ്റിയിൽ ലിഫ്റ്റിൽ വരെ ചൈനീസ് പഠിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. സീൻ തന്നെ, സ്റ്റുഡൻസൊക്കെ ചുമ്മാ പൊളിയായിരിക്കും ഇവിടെ. ഡാലിയാനിലെ ക്യാബ് കേട്ടോ. കണ്ടു കഴിഞ്ഞാൽ നമ്മൾ നേരെ വിചാരിക്കുക എന്താ, ഫ്രണ്ട് കണ്ടു കഴിഞ്ഞാൽ നമ്മുടെ ലണ്ടൻ ടാക്സി പോലെ ഉണ്ട്. പക്ഷേ ലണ്ടൻ ടാക്സി ആണോ ചോദിച്ചാൽ ആണ്, അല്ലേന്ന് ചോദിച്ചാൽ അല്ല. അങ്ങനത്തെ ഒരു മോഡലാണ് ഇവിടെ ഉള്ളത്. ഡാലിയാനിലെ സ്ട്രീറ്റ് ഫുഡാണ് കേട്ടോ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇവിടെ കുറേ സീ ഫുഡിൻ്റെ ഐറ്റംസ് ഉണ്ട്. ഡാലിയൻ പിന്നെ ഫേമസ് ആണല്ലോ സീ ഫുഡ്സിന് വേണ്ടിയിട്ട്. ഇന്ന് മുട്ട പുഴുങ്ങിയതൊക്കെ ഉണ്ട് കേട്ടോ. മുട്ട പുഴുങ്ങിയതൊക്കെ സ്പെഷ്യലായിട്ടുള്ള മുട്ട പുഴുങ്ങിയതുണ്ട്. പിന്നെ അപ്പുറത്തേക്ക് വന്നു കഴിഞ്ഞാൽ അപ്പുറത്തെ നമ്മുടെ എന്തോ പുകഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ടല്ലോ, പിങ്ങ തോന്നുന്നു. പിങ്ങിൻ്റെ എന്തോ ഒരു സംഭവമുണ്ട്, നോക്കി നോക്കാം എന്താണ് സ്ട്രീറ്റ് ഫുഡിൽ ഡാലിയൻ സ്പെഷ്യൽ സ്ട്രീറ്റ് ഫുഡ്സ് എന്തൊക്കെയാണുള്ളത് നോക്കാം. ഇവിടെ എന്താ കോഴിയുണ്ട്, സോസേജ് ഉണ്ട്. പിന്നെന്താ കേക്ക് കട. സ്ട്രീറ്റ് ഫുഡിൽ കേക്ക് ഉണ്ടല്ലോ, ഒറിയോ കേക്കും എഗ് ടാർട്ടിൻ്റെ വലിയൊരു സംഭവമൊക്കെ ഉണ്ട്. പിന്നെ ഇവിടെ വന്നു കഴിഞ്ഞാൽ അടുത്തൊരു സ്വീറ്റ് ഡിഷും മുട്ട പുഴുങ്ങിയതിൽ ഒക്കെ ആക്കിയിട്ടുള്ളൊരു സ്വീറ്റ് ഡിഷും ഉണ്ട്. ഇവിടെ ഫ്രൂട്ട്സ് കടകളുണ്ട്. നല്ല കുഞ്ഞ് ഓറഞ്ചും പഴവും. പിന്നെ ഇവിടെ വെറൈറ്റി സ്ട്രോബെറീസ് കിട്ടും, പല സൈസിലുള്ള സ്ട്രോബെറീസ്, മൾബറി, പൈനാപ്പിൾ. ഇവിടുത്തെ അടുത്ത പിങ്ങിൻ്റെ കട, ഇത് വലിയ പിങ്ങിൻ്റെ കട കേട്ടോ. പിന്നെ നമ്മുടെ സ്പെഷ്യൽ ഡിഷ് തന്നെ. പിന്നെന്തായാലും ഇവിടെ ഒരു തടിയൻ പട്ടിക്കുട്ടി ഉണ്ട് ഇവിടെ, ചിമിട്ടൻ. പിന്നെ ഇവിടെ കുറേ ചെറിയ കോട്ടി കോഫി അങ്ങനെ ഓരോ ഷോപ്പുകളൊക്കെ. മാസമായിട്ട് റോഡിൻ്റെ നടുക്കിൽ വണ്ടി നിർത്തിയ ഒരു മഹാൻ. പിന്നെ ഇവിടെ വന്നു കഴിഞ്ഞാൽ ഇവിടെ യോഗട്ടും സാധനങ്ങളൊക്കെ വിൽക്കുന്നുണ്ട്. സൂപ്പർ മാർക്കറ്റ് ഇല്ലാത്തതുകൊണ്ട് റോഡിലിരുന്നിട്ട് യോഗട്ടൊക്കെ ചീപ്പായിട്ട് വിൽക്കുന്നുണ്ട്. നമ്മളെന്തായാലും സ്പെഷ്യൽ ഒരു ഡാലിയൻ സ്പെഷ്യൽ ചൗമിയാനാണ് കേട്ടോ കഴിക്കുന്നത്. ഒരു ചിക്കനൊക്കെ ആഡ് ചെയ്തിട്ടുള്ള ചൗമിയാനാണ് കഴിക്കുന്നത്. അത് സ്പെഷ്യൽ ചൗമിയാൻ. വലിയ വ്യത്യാസമൊന്നുമില്ല, എന്നാലും കുഴപ്പമില്ല. സോസിൽ എന്തൊക്കെ വ്യത്യാസമുണ്ട്, നമുക്ക് കഴിച്ച് നോക്കേണ്ടത്. അപ്പോൾ ഡാലിയാനിൽ 2 സ്ഥലം കാണാനായിട്ട് പോവുകയാണ്. നമ്മളൊരു ദിവസമാണ് ഡാലിയാനിലുള്ളൂ. ഈ ഒരു ക്ലൈമറ്റിൽ ഡാലിയാൻ വിസിറ്റ് ചെയ്യാൻ പറ്റിയ വലിയ സ്ഥലമൊന്നുമല്ല, കാരണം തണുപ്പ് കൂടുതലാണ്. നോർത്ത് ഈസ്റ്റ് സൈഡ് ആയതുകൊണ്ട് തന്നെ തണുപ്പ് കൂടുതലാണ്. ഡാലിയാൻ എല്ലാവരും വിസിറ്റ് ചെയ്യണ സമയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏകദേശം ഒരു സമ്മർ അടുപ്പിച്ചിട്ടാണ്. ബീച്ചിലോട്ട് വരും, എല്ലാവരും സൺ ബാത്തിങ് ഒക്കെ ചെയ്ത് ബീച്ചിൽ അങ്ങ് ചില്ലായി നടക്കുന്ന ഒരു സ്ഥലമാണ് ഡാലിയൻ എന്ന് പറയുന്നത്. അപ്പോൾ നമ്മളിപ്പോൾ ഡാലിയാനിലെ മെട്രോ സ്റ്റേഷനിലെത്തി മെട്രോ കാർഡ് എടുത്തിട്ടുണ്ട് കേട്ടോ. ഇതാണ് ഡാലിയൻ മെട്രോ കാർഡ് വരുന്നത്. ഇനി നമുക്ക് നേരെ ഡാലിയൻ മെട്രോ കാർഡ് വെച്ചിട്ട് നമുക്ക് മെട്രോയിലോട്ടൊന്ന് കയറാം. ഇങ്ങനെ സ്കാൻ ചെയ്തു, എന്നിട്ട് നമ്മൾ നേരെ വെച്ചിട്ട് പോയി നമുക്ക് ലൈൻ 2 മെട്രോ എടുത്തിട്ട് വേണം നമുക്ക് നമ്മുടെ സ്ഥലത്തോട്ട് പോകാനായിട്ട്. നമുക്ക് അവിടെ എത്തിയിട്ട് കാണാം. അത് ഗൈസ്, അങ്ങനെ നമ്മൾ മെട്രോ ഒക്കെ ഇറങ്ങി ഇപ്പോൾ വെനീസ് സിറ്റീൻ്റെ അടുത്ത് എത്തിയേക്കാണ്. ഡാലിയാനിൽ എല്ലാവരും വന്നു കഴിഞ്ഞാൽ മസ്റ്റായിട്ട് വിസിറ്റ് ചെയ്യേണ്ട സ്ഥലത്തേക്കാണ് എത്തിയേക്കുന്നത്. ഇവിടുത്തെ ഒരു അടിപൊളി വ്യൂ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഈ സൈഡ് നോക്കൂ, ഇത് എക്സാക്റ്റ് ചൈനേൻ്റെ ഇതാട്ടോ. ചൈനേൻ്റെ സ്കൈ സ്ക്രാപ്പേഴ്സ് ബിൽഡിങ്സ് ഒക്കെ ഇവിടെ ഉണ്ട്. ചിമ്മുട്ടൻ ബിൽഡിങ്. ഇനി ഈ സൈഡിലോട്ട് നോക്കൂ, ഇത് വേറെ രാജ്യം തോന്നുന്നു. വെനീസ് കണക്കുള്ള കുറേ സംഭവങ്ങൾ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, ഇവിടെ ഗ്രീൻ ആയിട്ടുണ്ട്. നമ്മളിനി ചൈന വിട്ടിട്ട് വേറെ സ്ഥലത്തേക്ക് പോകട്ടോ. ആർക്കിടെക്ചറൊക്കെ ഇവിടെ വേറെ തന്നെ മൂഡ്. അതായത് ഒരു സൈഡ് വലിയ ബിൽഡിങ്, മോഡേൺ ആർക്കിടെക്ചർ, ഇവിടെ ആ ഒരു കൾച്ചറൽ സെറ്റപ്പായിട്ടുള്ള സംഭവം. നമുക്കിനി അവിടെയൊക്കെ പോയിട്ട് എന്തൊക്കെയാണ് അവിടെ ഉള്ളത് നോക്കി നോക്കാം. അപ്പോൾ ഇതാണ് കേട്ടോ നമ്മുടെ ഇതിൻ്റെ ഉള്ളിലോട്ടുള്ള എൻട്രൻസ് വരുന്നത്. എന്തൊക്കെയാണ് ഉള്ളിൽ എൻട്രൻസിൽ എന്തൊക്കെയുള്ളത് നോക്കി നോക്കാം. ഏകദേശം മാർച്ച് ആയിട്ടുണ്ടെങ്കിലും ഇവിടെ ഹാപ്പി ന്യൂ ഇയർ ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുക തോന്നുന്നു കേട്ടോ. ഇവിടെ ക്രിസ്മസിൻ്റെ സാധനങ്ങളൊക്കെ വെച്ചിട്ടുണ്ട്. പിന്നെ നല്ല ചുമുട്ടൻ ബിൽഡിങ്ങുകളും. പിന്നെ ഈ കാണുന്നത് ഒറിജിനൽ പൂവാണോ അതോ ചൈന എപ്പോഴും നമ്മൾ പറ്റിക്കുന്ന പോലെ? ഇത് ഒറിജിനൽ പൂവാട്ടോ, പ്ലാസ്റ്റിക് അല്ല. ഇൻ ഓർഡർ ടു എൻഷുർ ദ സേഫ്റ്റി ഓഫ് പേഴ്സൺ, ഇതിൻ്റെ ഉള്ളിലേക്ക് വണ്ടിയൊന്നും കയറ്റാൻ പറ്റില്ല. അപ്പോൾ നമ്മൾ ഇന്ന് ഫുഡ് കഴിക്കാൻ പോകുന്നത് ഇതിൻ്റെ ഉള്ളിൽ നിന്ന് ഫുഡ് കഴിച്ചാലോ എന്നുള്ള പ്ലാനൊക്കെ ഉണ്ട്. നോക്കി നോക്കാം നമുക്ക് എങ്ങനെയാണ് ഇതിൻ്റെ ഉള്ളിൽ ഏതൊക്കെ സ്പെഷ്യൽ ഫുഡ് ഐറ്റംസ് ആണുള്ളതെന്നൊക്കെ നോക്കി നോക്കാം. പിന്നെ ഇവിടെ വന്നു കഴിഞ്ഞാൽ എന്താ ഉള്ളത്, ഇവിടെ കുറേ അടിപൊളി സ്ഥലം കേട്ടോ. ഒരു വെറൈറ്റി മൂഡ് തന്നെ. ഏതോ യൂറോപ്യൻ കൺട്രീസിലൊക്കെ പോയ പോലെയാണ് നമുക്ക് കിട്ടുന്നത്. പക്ഷേ ഇവിടെ ഈ ബിൽഡിംഗ് ആണെങ്കിൽ അപ്പുറത്ത് നേരെ ചൈനേൻ്റെ വലിയ വലിയ ബിൽഡിങ്ങുകളുണ്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ വെനീസ് ഓഫ്
ചൈന വരുന്നത്. പക്ഷേ ഇവിടെ വിൻ്റർ ആയതുകൊണ്ട് എന്ത് സംഭവിച്ചു, ഈ വെള്ളത്തിൻ്റെ കുറേ ഭാഗമൊക്കെ ഐസായി കിടന്നേക്കാണ്. അപ്പോൾ നമ്മൾ ഡാലിയൻ വിസിറ്റ്, നമ്മൾ പറഞ്ഞല്ലോ ഡാലിയൻ വിസിറ്റ് ചെയ്യേണ്ട സമയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സമ്മർ ആ ഒരു ടൈമൊക്കെയാണ്. അപ്പോൾ ഇവിടെ വന്നു കഴിഞ്ഞാൽ കുറേ ബോട്ടിങ്ങിൻ്റെ, അതായത് ചെറിയ വഞ്ചിയിലൊക്കെ പോകണം, വെനീസിലെ വ്യാപാരി സിനിമയിലൊക്കെ കാണുന്ന പോലെ അങ്ങനെ കുറേ സംഭവങ്ങളൊക്കെ ആയിട്ട് പോണൊരു ഏരിയയാണ്. പിന്നെ ഇവിടെ നല്ല ബ്യൂട്ടിഫുൾ ബിൽഡിങ്സ് ഒക്കെ ഉണ്ട്. ബ്യൂട്ടിഫുൾ ബിൽഡിങ്സ് അല്ലേ ഗൈസ്. പിന്നെ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ ആകാശ് ഡാലിയനെ ഇഷ്ടപ്പെട്ടോ? പിന്നെ എങ്ങനെയുണ്ട് ഡാലിയൻ? ഫുഡ് സെറ്റായോ? ആയി വരുന്നേ ഉള്ളൂ. ചൈനയിൽ വന്ന ആദ്യം നമ്മൾ കുറച്ച് കാലത്തേക്ക് നമുക്ക് ചൈനീസ് ഫുഡിനോട് ഇത്തിരി ഒന്ന് ഇതാവാണ്ടാവും. പിന്നെ ചൈനീസ് ഫുഡ് സെറ്റായി കഴിഞ്ഞാൽ നമ്മളെല്ലാം കഴിക്കും. അതാണ് ചൈന. ഫുൾ ഐസായിട്ടുള്ളതൊക്കെ നിങ്ങൾക്ക് കാണാം. ഇവിടെ വെനീസ് റെയിൻബോ എന്നൊക്കെ എഴുതിയിട്ടുണ്ട്. ഇപ്പോൾ ഓഫ് സീസൺ ആയതുകൊണ്ടാണ് ഇവിടെ തിരക്കുമില്ല, ആൾക്കാരും ഇല്ല, കടകളൊക്കെ ഒരുവിധം ക്ലോസ്ഡ് ആണ്. സമ്മർ ആയിക്കഴിഞ്ഞാൽ ചുണ്ടൻ തിരക്ക് അത്ര തന്നെ. ഇവിടെ എന്തൊക്കെയോ വേറെന്തോ ഒരു ക്ലോക്ക് ടവർ പോലത്തെ എന്തൊക്കെയോ സാധനം ഉണ്ട്. നമുക്ക് ആ സൈഡിലോട്ടൊക്കെ ഒന്ന് പോയി നോക്കാം. ഇവിടെ ഒരു ഐസ്ക്രീമിന് കടയുണ്ട്. പിന്നെ ഇവിടെ എന്തൊക്കെ പാട്ടൊക്കെ വെച്ചേക്കുന്നുണ്ട്. പിന്നെ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ ഒരു അപ്പാവും മാസ് കാണിച്ച് സിഗരറ്റ് വലിച്ചേക്കുന്നുണ്ട്. പ്രാവിനൊക്കെ നോക്കിയിട്ട് പ്രാവുകൾക്ക് തീറ്റ കൊടുക്കുന്ന ഒരു കൂട്ടം ജനങ്ങളെയാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഒരു കുഞ്ഞു വാവയൊക്കെ ഉണ്ട് കേട്ടോ, പ്രാവിന് തീറ്റ കൊടുക്കുന്നൊക്കെ ഉണ്ട് അവിടെ. നമുക്ക് അവിടെ പോയിട്ട് പ്രാവിനൊക്കെ ഒന്ന് ഓടിപ്പിച്ചാലോ. നമ്മളൊരു ക്രൂവൽ മൈൻഡ് ആവാമല്ലോ അവിടെ പോയിട്ട്. പിന്നെ ആ പ്രാവേ പാവം തിന്നുകൊണ്ടിരിക്കുക. നമ്മൾ വന്നപ്പോൾ തന്നെ പോകുന്നല്ലേ. എന്താ മോനെ സുഖമല്ലേ? ആടാ സുഖമല്ലേ നിങ്ങൾക്ക്? ഹലോ നീ ഹാ ഷാപ്പോ നീ ഹാ ഹലോ സമ്മലാ നീ ഹാ. എന്താ മോളെ ചിരിക്കാത്തത്? നീ ചിരിക്ക്. ഹലോ നീ ഹാ, നീ കഴിച്ചോ? നീ ഹാവാ നീ ഹാ. ഒരു വികാര നിർഭരമായിരിക്കുന്ന കുട്ടി. ഹലോ കൈ പൊന്തിക്കേ. ഹലോ നീ ഹാ. പ്രാവ് പറഞ്ഞു വന്ന് അവിടെ ആ ഒരു ബാംബു എന്ന് പറഞ്ഞ എന്തോ ഒരു ആർട്ട് സെൻ്റർ ആണ് അവിടെ കാണുന്നത്. പ്രാവുകളൊക്കെ ഉണ്ട്. എല്ലാവരും വെയിലത്തൊക്കെ വന്ന് ഇങ്ങനെ ചില്ല് ചെയ്ത് നിൽക്കുന്നുണ്ട്. ഏകദേശം ടെമ്പറേച്ചർ ഒരു 3 degrees ഒക്കെയാണ് കേട്ടോ ഉള്ളത്. വെനീസ് സിറ്റിയിൽ നിന്ന് അങ്ങനെ ഇറങ്ങി ബീച്ചിൻ്റെ അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഒരു സൈഡിൽ ഇനി ബീച്ചാണ്. ഇവിടെ നമുക്ക് ജോഗിങ് ചെയ്യണവർക്ക് ഇതിനൊരു സ്റ്റാർട്ടിംഗ് പോയിന്റ് ഉണ്ട് അപ്പുറത്തെ സൈഡിലോട്ട്. അപ്പോൾ ഇവിടെ നമുക്ക് കാണാം നിങ്ങൾ എത്ര കലോറീസ് നിങ്ങളുടെ ബേണായി. പിന്നെ അതേപോലെ ഇവിടെ എത്തുമ്പോൾ നിങ്ങൾ എത്ര മീറ്റർ ഓടി എന്നുള്ളത്. 1270 meters ഓടി. അപ്പോൾ 101.6 കലോറീസ് കുറഞ്ഞു എന്നുള്ളതാണ് ഇവിടെ കാണിക്കുന്നത്. വ്യത്യസ്തമായൊരു കാഴ്ചയാണ്. ഇവിടെ നമുക്ക് ഈ പക്ഷികൾക്ക് തീറ്റ കൊടുക്കാം കേട്ടോ. അങ്ങനെ ഒരു സാധനം എറിഞ്ഞു കഴിഞ്ഞാൽ പക്ഷി അങ്ങ് പറന്ന് വന്നിട്ട് സാധനം പിടിക്കുന്നുണ്ട്. കാറ്റ് കാരണം ഫുഡ് ഒരു സൈഡിലേക്ക് പോകുന്നു, പക്ഷി വേറെ സൈഡിലോട്ട് പോകും. ഒരു ഫുഡ് എറിഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്, ചാടി പിടിക്കുന്നുണ്ട്. ഇതാണ് നമ്മുടെ ഡാലിയൻ ബീച്ച് വരുന്നത്. അതിസുന്ദരമായ ബീച്ച്, നല്ല കളർഫുൾ, നല്ല വൃത്തിയോട് കൂടിയുള്ളൊരു ബീച്ച്. പിന്നെ അതെ ഇവിടെ പട്ടം വിൽക്കാൻ വെച്ചിട്ടുണ്ട്. നമ്മുടെ നാട്ടിലത്തെ ഓരോ ബീച്ച് സൈഡിലുള്ള ഓരോ പട്ടം കുറേ എന്തൊക്കെയോ സാധനങ്ങളൊക്കെ വിൽക്കാൻ വെച്ചിട്ടുണ്ട്. പിന്നെ അങ്ങനെ ഈ പക്ഷിക്കുള്ള ഓരോ തീറ്റകളും വെച്ചിട്ടുണ്ട്. ആ പക്ഷിക്കുള്ള തീറ്റ വെക്കുന്നതാണ് ഈ അമ്മച്ചി. അമ്മച്ചി എറിയുന്നുണ്ട്. അറിയാം അമ്മച്ചി എറിഞ്ഞ് പിടിക്കുന്നുണ്ട്. നമുക്ക് ഈ സൈഡിലോട്ടൊക്കെ ഒന്ന് പോയി നോക്കാം, അപ്പുറത്തൊക്കെ എന്താ ഉള്ളതെന്ന് നോക്കിയിട്ട് വരും. അങ്ങനെ നമ്മൾ ആ ഒരു ബീച്ചിൻ്റെ അപ്പുറ സൈഡിൽ കൂടെ നടന്ന് ഇതേ ഇങ്ങോട്ട് എത്തിയിട്ടുണ്ട്. ഇവിടെ ഒരു പാർക്കിൻ്റെ ഏരിയയൊക്കെയാണ്. ഇത് രാത്രിയാണ് ഫുൾ ഓൺ ആവുന്ന ഒരു സമയം. ഇവിടെ കുറേ പാർട്ടീസും കാര്യങ്ങളൊക്കെ നടക്കുന്നതാണ്. ഇത് എവിടെ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാം ഐ ലവ് ഡാലിയൻ ഇവിടെ വെച്ചിട്ടുണ്ട്. പിന്നെ ഇതിൻ്റെ ഉള്ളിലേക്ക് കുറേ റൈഡ്സും, കുട്ടികൾ കളിക്കുന്ന കുറേ റൈഡ്സും, പിന്നെ റെസ്റ്റോ ബാറുകളും അങ്ങനെ കുറേ സംഭവങ്ങളൊക്കെയാണ് ഇവിടെ ഉള്ളത്. നമുക്ക് എന്തായാലും ഇനി നേരെ ഫുഡ് എവിടെയുള്ളത് നോക്കി നോക്കാം. ഡാലിയൻ സ്പെഷ്യൽ സീ ഫുഡ് എന്തെങ്കിലും ഉണ്ടോ എന്ന് നമുക്ക് നോക്കി നോക്കാം. നമുക്ക് മറ്റേ വെനീസിൻ്റെ സിറ്റീൻ്റെ ഉള്ളിലോട്ട് കയറിയപ്പോൾ അതിൻ്റെ ഉള്ളിൽ റെസ്റ്റോറൻറ്റ്സ് കാര്യങ്ങളൊന്നും അധികം കണ്ടില്ല. നമുക്ക് ഈ സൈഡിലോട്ടൊന്ന് നോക്കി നോക്കാം. ഇവിടെ ബോട്ടിൻ്റെ ഒരേ ഇതൊക്കെ ഉണ്ട് കേട്ടോ. കുറേ റോൾസ് റോയ്സിൻ്റെ മോഡലുള്ള ബോട്ട് സംഭവം. ഇതൊക്കെ നമ്മൾ യൂട്യൂബിൽ നോക്കിയപ്പോഴും കണ്ടായിരുന്നു ഇങ്ങനെ ഓരോ കാറിൻ്റെ ഷേപ്പിലുള്ള ബോട്ടൊക്കെ വെച്ചിട്ട്. പക്ഷേ ഇതെല്ലാം ഓപ്പൺ ആവുക എന്ന് പറഞ്ഞാൽ ഏകദേശം ഒരു സമ്മർ ടൈമിലാണ്. ഇപ്പോൾ ഓഫ് സീസൺ ആയതുകൊണ്ട് ഇതൊന്നും തന്നെ ഓപ്പൺ അല്ല, കൗണ്ടറും ഓപ്പൺ അല്ല. അപ്പോൾ നമുക്ക് നോക്കി നോക്കാം സമ്മറിൽ നമുക്ക് ഒരു വട്ടം കൂടി ഡാലിയൻ വിസിറ്റ് ചെയ്യാൻ പറ്റൂല്ലേ എന്നുള്ളത്. ഏരിയ കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവിടെ കുറേ ക്രൂസിൻ്റെ സാധനങ്ങളൊക്കെ കാണാണ്ട്. ഇവിടെ കുറേ ക്രൂസ് കിടക്കുന്നുണ്ട്. ഇതെല്ലാം പക്ഷേ ഇപ്പോൾ വിൻ്റർ ആയതുകൊണ്ട് എല്ലാം ക്ലോസ്ഡ് ആണ്. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ എല്ലാം ക്ലോസ്ഡ് ആണ് ഗൈസ്. പിന്നെ ഇവിടെ ചെറിയ രീതിക്കൊക്കെ ഇത് ഐസായിട്ട് കിടക്കുന്നത് കാണാം. പിന്നെ നല്ല കാറ്റുണ്ട്. ഈ ടെമ്പറേച്ചർ ഒരു 1 degree ആയതുകൊണ്ടും പിന്നെ കാറ്റ് ഉള്ളതുകൊണ്ടും ഭയങ്കര തണുപ്പടിക്കുന്നുണ്ട്. നമുക്ക് നേരെ അപ്പർ സൈഡിലോട്ടൊക്കെ പോയി. അങ്ങനെ നമ്മൾ
ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ സ്ക്വയറായ ഷിങ്ഹായ് സ്ക്വയറിലോട്ട് എത്തിയേക്കാണ്. നല്ല കാറ്റടിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഈ ഷിങ്ഹായ് സ്ക്വയറിനെ പറ്റി പറയുവാണെങ്കിൽ 1997 ഹോങ്കോങ് ചൈനയ്ക്ക് വേണ്ടി കൊമമറേറ്റ് ചെയ്ത് കൊടുത്ത സ്ഥലം എന്നൊക്കെയാണ് നമ്മൾ ഗൂഗിളിൽ നോക്കിയപ്പോൾ കണ്ടത്. ഏകദേശം 1.1 മില്യൺ ഹെക്ടേഴ്സ് ഓഫ് ലാൻഡാണ് ഈ ഷിങ്ഹായ് സ്ക്വയർ വരുന്നത്. എന്ന് പറഞ്ഞാൽ ഏകദേശം ഒരു 110 മില്യൺ സ്ക്വയർ മീറ്റേഴ്സ്, 110 ഹെക്ടർ ഓഫ് ലാൻഡാണ് ഷിങ്ഹായ് സ്ക്വയർ വരുന്നത്. അതിൻ്റെ ഈ സൈഡിലോട്ട് കുറേ പാർക്കും കാര്യങ്ങളൊക്കെ ഉണ്ട്. പാർക്കിലോട്ടൊന്നും നമ്മൾ എന്തായാലും ഇപ്പോൾ കയറുന്നൊന്നും സംഭവങ്ങളൊന്നുമില്ല. ഇതൊരു ഹിസ്റ്റോറിക് ഏരിയയും അതേപോലെ തന്നെ ഒരു മോഡേണിറ്റിയും കാണിക്കുന്ന, ഡാലിയൻ സിറ്റീൻ്റെ മോഡേണിറ്റിയും കാണിക്കുന്ന ഒരു സ്ഥലമായിട്ടാണ് ഷിങ്ഹായ് സ്ക്വയറിനെ അറിയപ്പെടുന്നത്. നമുക്ക് ന്യൂയോർക്ക് സ്ക്വയർ, ടിയാൻമെൻ സ്ക്വയർ, അങ്ങനെ കുറേ സ്ക്വയറുകളുണ്ടല്ലോ, അതുപോലത്തെ ഒരു സ്ക്വയറാണ് ഷിങ്ഹായ് സ്ക്വയർ. പക്ഷേ ലോകത്തിൽ തന്നെ ഏറ്റവും വലിയ സ്ക്വയർ. പിന്നെ ഈ സൈഡിലോട്ട് നോക്കിക്കഴിഞ്ഞാൽ അവിടെയാണ് നമ്മുടെ ബീച്ച് വരുന്നത്. യെല്ലോ റിവറും കൂടി പാസ് ചെയ്തിട്ട് പോകുന്ന ബീച്ചാണ്. ബീച്ച് കണക്ട് ചെയ്തിട്ടുള്ള ഒരു ഏരിയയൊക്കെയാണ് വരുന്നത്. യെല്ലോ പോസ്റ്റൊക്കെയാണ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ഈ സൈഡിലോട്ടൊക്കെ ഒന്ന് നടന്നു നോക്കാം എന്തൊക്കെയാണ് ഇവിടെ ഉള്ളതെന്ന് കണ്ടു നോക്കാം. സൈഡിലോട്ട് വന്നു കഴിഞ്ഞാൽ അത്യാവശ്യം നല്ല തണുത്ത കാറ്റടിക്കുന്നുണ്ട് കേട്ടോ. ഇവിടെ അത്യാവശ്യം നല്ല ക്രൗഡ് ഉണ്ട്. ഇത് നമ്മൾ മറ്റേ സൈഡിൽ വെനീസ് സൈഡിൻ്റെ അപ്പുറത്തെ ഒരു ഏരിയ തന്നെയാണ് വരുന്നത്. ഇവിടെ കുറേ ഫോട്ടോ എടുക്കാൻ സംഭവങ്ങളൊക്കെ ഉണ്ട്. പിന്നെ പിള്ളേരൊക്കെ ഇങ്ങനത്തെ ഒരു സ്ലാൻഡിങ് ഏരിയ ആയിട്ടാണ് ഈ ഒരു സ്ട്രക്ചറിനെ നിർമ്മിച്ചിട്ടുള്ളത്. അവിടേക്ക് സ്റ്റാൻഡിങ് ഏരിയ പിള്ളേരൊക്കെ കളിക്കുന്നുണ്ട്. പിന്നെ അപ്പുറ സൈഡിലോട്ട് വന്നു കഴിഞ്ഞാൽ അതാണ് പാർക്ക് ചെയ്യുന്നത്. അവിടെ ഫുള്ള് ഈ ആക്ടിവിറ്റീസും റൈഡും സംഭവങ്ങളൊക്കെ ആയിട്ട് കുറേ അങ്ങനത്തെ ഒരു പാർക്കാണ് ആ സൈഡിലോട്ട് വരുന്നത്. പിന്നെ ഇവിടെ എല്ലാവരും പക്ഷിക്ക് തീറ്റ കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ നേരത്തെ കണ്ട പോലെ തന്നെ പക്ഷിക്ക് തീറ്റ കൊടുക്കുന്നത്. ഇതിന് പ്രത്യേകിച്ച് ഇവിടെ കാണാനൊന്നുമില്ല കേട്ടോ. ഈ സീസൺ ആയതുകൊണ്ട് സീസണിലൊരു വ്യത്യാസം ഉണ്ടല്ലോ, അതാണ് മെയിനായിട്ടുള്ളൊരു ഫാക്ടർ വന്നിരിക്കുന്നത്. കാരണം സമ്മറിൽ വന്നു കഴിഞ്ഞാലാണ് കൂടുതൽ ആക്ടിവിറ്റീസും കാര്യങ്ങളൊക്കെ ഉള്ളത്. ഏറ്റവും വലിയ ബങ്കി ജമ്പിങ് ഒക്കെ ഉള്ളതും ഡാലിയനിൽ തന്നെയാണ്. അപ്പോൾ ഡാലിയൻ വിസിറ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്നവർ എന്തായാലും സമ്മറിലാണ് വരേണ്ടത്. അല്ലാണ്ട് നമ്മൾ വന്ന പോലെ ഈ ഒരു വിൻ്റർ ഈ ടൈമിൽ വന്നു കഴിഞ്ഞാൽ പ്രത്യേകിച്ച് ഒന്നും ഉണ്ടാവില്ല. ഇങ്ങനെ കുറേ ആൾക്കാർ അവിടെ ഇവിടെയൊക്കെ വെയിലായതുകൊണ്ട് ഇങ്ങനെ പുറത്തേക്ക് ഇറങ്ങുന്നുണ്ട് എന്നല്ലാണ്ട് പ്രത്യേകിച്ച് ആക്ടിവിറ്റീസ് കാര്യങ്ങളൊന്നുമില്ല. ഷോപ്സ് വളരെ കുറച്ചാണ് തുറന്നിട്ടുള്ളൂ. ഓഫ് സീസൺ ആയതുകൊണ്ടാണ് ഈ സംഭവം വന്നേക്കുന്നത്. എവിടെ സുന്ദരി കുട്ടീൻ്റെ കുഞ്ഞു വാവ. ഇനി നമുക്ക് ഫുഡിനായിട്ട് നമ്മൾ തപ്പിക്കൊണ്ട് നടക്കുകയാണ് കേസ്. കാരണം ഇവിടെ ഒക്കെ ഈ സ്നാക്സ് ഏരിയാസാണ് തുറന്നിട്ടുള്ളൂ. അപ്പോൾ എന്തെങ്കിലും ഫുഡ് കഴിക്കണം, ഒത്തൻറ്റിക് ആയിട്ടുള്ള ഡാലിയൻ്റെ സീ ഫുഡൊക്കെ കഴിക്കണം എന്ന് വെച്ചിട്ടാണ് ഇറങ്ങിയത്. നോക്കുമ്പോൾ ഒന്നും തന്നെ ഈ സീൻ്റെ അടുത്തായിട്ട് ഒന്നും തന്നെ കാണാനില്ല. അപ്പോൾ നമുക്ക് എന്ത് ഫുഡ് കഴിക്കും എന്നുള്ളതിൻ്റെ ഡൗട്ടിലാണ്. ഇതാണ് കേട്ടോ ഡാലിയൻ്റെ ഫുൾ മാപ്പ് വരുന്നത്. ഇതാണ് നമ്മുടെ ഇപ്പോൾ ഉള്ള നമ്മൾ നിൽക്കുന്ന ആ സ്ക്വയർ പറഞ്ഞത്. പിന്നെ ഡാലിയൻ സ്വിമ്മിങ് പൂൾ എന്ന് പറഞ്ഞിട്ട് വലിയൊരു ബിൽഡിംഗ് കാണാനുണ്ട്. പിന്നെ ഇപ്പുറത്തേക്ക് വന്നു കഴിഞ്ഞാൽ ഇവിടെ കുറേ ഷിങ്ഹായ് പാർക്ക് അങ്ങനെ എന്തെല്ലോ സാധനങ്ങളൊക്കെ ഉണ്ട് ഇവിടെ. പിന്നെ നാച്ചുറൽ മ്യൂസിയം, പിന്നെ അതെ ഡാലിയൻ്റെ ഐലൻഡൊക്കെ ഉണ്ട്. ഇതൊക്കെ ഈ ഐലൻഡിലോട്ടുള്ള ഈ വാട്ടർ ആക്ടിവിറ്റീസും പിന്നെ അതേപോലെ മറ്റേ നമ്മുടെ ഈ ക്രൂസൊക്കെ എടുത്തിട്ട് പോകുന്ന സംഭവങ്ങളൊക്കെ വരുന്നത് സമ്മറിലാണ്. ഗൈസ് ഡാലിയാനിൽ ഒരു ഫുഡും കിട്ടാനില്ല. ഒത്തൻറ്റിക് ആയിട്ടുള്ള ഫുഡൊന്നും തന്നെ നമുക്ക് വേറെ കഴിക്കാൻ പറ്റില്ല. ആകെ ഒരു നോർത്ത് ഈസ്റ്റ് സ്പെഷ്യൽ ഫുഡാണ് നമ്മൾ കഴിച്ചിട്ടുണ്ടായിരുന്നത്. സീ ഫുഡൊന്നും കഴിക്കാൻ പറ്റില്ല. വിഷമം കാരണം നമ്മളിപ്പോൾ എന്ത് കഴിക്കുന്നു? KFC. എന്താ കോള KFC ആണെന്ന് കഴിക്കാൻ പോകുന്നത്. വിഷമം, വെറും വിഷമം മാത്രം. KFCയിൽ നമ്മൾ സിംഗ ബർഗറാണ് തോന്നുന്നു, അതോ നോർമൽ ബർഗർ എന്താണെന്ന് അറിയില്ല. പിന്നെ ഒരു ലാർജ് ഫ്രൈസ് ഒക്കെ ഓർഡർ ചെയ്തിട്ടുണ്ട്. നമുക്ക് ഇത് കഴിക്കാം. ബൈ. അങ്ങനെ നമ്മൾ KFCന്ന് കഴിച്ചിറങ്ങി. ഇവിടെ വെൽക്കം ടു ഡാലിയൻ. സായ് ഡാലിയാൻ ഹൻ ഷിയാങ്ങി. ചൈനയിൽ എവിടെ പോയി കഴിഞ്ഞാലും ഉള്ളൊരു സംഭവമാണ്. സ്നോമാൻ ഉണ്ട് ഇവിടെ നമ്മുടെ ഇഷ്യൂേ. ഓക്കെ ഗൈസ്, ഇനി നമുക്ക് നേരെ എയർപോർട്ടിലോട്ട് പോവാം. ആകാശ്, അപ്പോൾ ബൈ ബൈ. ഇനി നമുക്ക് എപ്പോഴെങ്കിലും എവിടെയെങ്കിലും ചൈനയിൽ എവിടെയെങ്കിലും ഒക്കെ വെച്ചിട്ട് കാണാം. ആകാശ് ചൈനീസ് ലാംഗ്വേജ് പ്രോഗ്രാമിനാണ് വന്നേക്കണത്. എങ്ങനെ ഉണ്ടായിരുന്നു? എല്ലാം ഓക്കെ അല്ലേ? ഇനി നല്ല സർവീസ് ആയിരുന്നു. മതി പറഞ്ഞു പറയിപ്പിച്ചതെന്ന് പറയും ആൾക്കാർ. ഇനി അടുത്ത പ്ലാൻ എന്താ? അടുത്ത ഇവിടെ ബാച്ചിലേഴ്സ്. ആകാശിന് നമ്മൾ ബാച്ചിലേഴ്സ് നോക്കുന്നുണ്ട്. ഇംഗ്ലീഷ് സിലബസിൽ ബാച്ചിലേഴ്സ് ഇൻ ബിസിനസ് അഡ്മിനിസ്ട്രേഷൻ, അങ്ങനെ ബിസിനസ് റിലേറ്റ് ചെയ്തിട്ടുള്ള എന്തെങ്കിലും കോഴ്സ് ആയിരിക്കും നോക്കുന്നത്. അത് സ്കോളർഷിപ്പ് റിലേറ്റ് ചെയ്തിട്ടാണ് കോഴ്സ് നോക്കുന്നത്. ഇപ്പോൾ ചൈനീസ് ലാംഗ്വേജ് നമുക്ക് സെൽഫ് ഫണ്ടഡ് ആണ്. ഓക്കെ ആകാശ്, ബൈ. അപ്പോൾ ഗൈസ് നമ്മുടെ ഡാലിയാനിലെ കുറച്ച് സ്ഥലങ്ങളൊക്കെ കണ്ടു, കുഴപ്പമൊന്നുമില്ല. നമ്മൾ ഓഫ് സീസണിലാണ് വന്നത്. നമ്മളിപ്പോൾ മെയിനായിട്ട് വന്നത് ആകാശിൻ്റെ അഡ്മിഷൻ കാര്യങ്ങളൊക്കെ ആയി ബന്ധപ്പെട്ട് വന്നതാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. ഓക്കെ ഗൈസ്, ബൈ.